ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഒട്ടും തന്നെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരു പലഹാരം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഈ ഒരു വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടും കൂടിയുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് അളവിൽ ശർക്കരേൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ശർക്കരേൻ്റെ അളവ് തീരുമാനിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ശർക്കരയിൽ കല്ലും മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചൊഴിച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ പഴത്തിൻ്റെ മധുരവും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ് കേട്ടോ. ഒരു നുള്ള അളവിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ. തേങ്ങയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ്. അപ്പോൾ കൈവശം ഉള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ് കേട്ടോ. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിന് പകരമായിട്ട് കാഷ്യൂ നട്ട്സ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാവർക്കും ഈ ഒരു അളവിലായിരിക്കണം എന്നില്ല ഗോതമ്പ് പൊടി വേണ്ടി വരുന്നത്. അതായത് ഇതിലെ വെള്ളത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു പൊടിയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് നോക്കി ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇരിക്കുന്നത്. അതായത് നമ്മളിത് കൈ വെച്ചിട്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന ഒരു രീതി കേട്ടോ. ഒരുപാട് ഒട്ടിപ്പിടിക്കുന്നതല്ല, കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവുകയോ അല്ലാന്നുണ്ടെങ്കിൽ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് കുഴയ്ക്കുകയോ ചെയ്യുക കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതായത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതങ്ങ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ബോൾസ് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാദ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഒരു 12 എണ്ണമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഞാനിതൊരു ഇഡലിത്തട്ടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വാഴയില വെച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ ഒന്ന് കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്പൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റാണ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചെമ്പ് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വീർത്തും കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് പുറത്തേക്ക് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴം കൊണ്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം എണ്ണയിൽ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങൾ കൊടുക്കാതെ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിയുമാണ്, അവർക്കത് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും.
പിന്നീട് ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇതുപോലുള്ള കുറേ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇത് ആദ്യം ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.